എന്നാലും പുസ്തക ചർച്ച ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള പുസ്തകങ്ങൾ സമുദായമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു അടിവരയിട്ട് വരെയുള്ള കാര്യം നേരത്തെ ചരിത്രകാരന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ മാഷന്മാർക്കുള്ള അവസ്ഥ ഏതാണ്? ഞാൻ പല ക്യാമ്പിൽ പോയാൽ എന്താ ഒരു മാഷ അറബി ഭാഷയില്ലേ? കാരണം അറബി മാഷാകുക എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ഒന്നുകിൽ അറബി മാഷ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കുറച്ച് ഇപ്പോഴൊക്കെ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. അല്ല പിന്നെ ഗൾഫാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗൾഫായിരുന്നു. വേറെ ജോലിയൊന്നും പാടില്ല, ഗൾഫിലേക്ക് പോയിക്കൊള്ളണം. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ അതാണ് പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. അങ്ങനെയുള്ള പല സവിശേഷതകളും സാംസ്കാരിക സവിശേഷതകളും നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും പലരും വളരെ വ്യക്തമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ. എൻ്റെ നാട് ചെമഞ്ചേരിയാണ്. സ്വാതന്ത്ര്യ സമരമായിട്ട് വളരെ ബന്ധപ്പെട്ട പ്രശ്നം. പക്ഷെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ റെയിലിന്റെ നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഈ നിരക്ഷര കൃഷികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ആണ്. നേരെ റെയിലിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും സമ്പന്നമായിട്ടുള്ള ജാതി സമൂഹവും ഏറ്റവും കൂടുതൽ ഏകദേശം 4000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഒരു ഏരിയയിൽ. അത്രയും രാവിലെ ബസ് കാത്ത് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകളെ പറയാം. അപ്പൊ ഇതിങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്ന സംവിധാനമുണ്ട്. പക്ഷെ ഇപ്പോൾ കുറെ ഏറ്റക്കുറച്ചിലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മാധ്യമരംഗത്ത് ഞാൻ പറയുന്ന സിനിമ, ഒരു കാലത്ത് സിനിമയിൽ ഏറ്റവും വലിയ ആധിപത്യം ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിൽ ഒരു ശതമാനം പങ്കുകളുണ്ടായിരുന്നു. അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 80കൾക്കും 90കൾക്കും ഇടയിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ പലപ്പോഴും ഒരു സമൂഹത്തെ വളരെ കൃത്യമായിട്ട് അജണ്ട നിശ്ചയിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പല സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞങ്ങളൊക്കെ ആലോചിച്ചു എന്താ ഈ സിനിമയിൽ റഹീമേച്ചേരി പലപ്പോഴും പറയാറുണ്ടായിരുന്നു, പല ഒരു എടുത്തുദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും വലിയ സംഗീത പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് കവികൾ ഉണ്ടാകാത്തത്, എന്തുകൊണ്ട് കലാകാരന്മാരുണ്ടാകുന്നില്ല? പക്ഷെ അതിൽ പെട്ടെന്ന് ഒരു വളരെ ഗ്രാജുവൽ അല്ല, ഒരു സഡൻ ചേഞ്ചാണ് ഉണ്ടായത്. ഇപ്പം മലപ്പുറത്ത് പോവുകയാണെങ്കിൽ 2 ആളെ പരിചയപ്പെട്ട് 3ാമത്തെ ആള് എവിടെയാണ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ക്യാമറാമാനാണ്, അല്ലെങ്കിൽ ഞാൻ ഫിലിം ഫീൽഡിലാണ്, ഞാൻ മദ്രാസിലാണ്. ഇങ്ങനെയാണ് വളരെ കൃത്യമായ സിനിമകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വടകര അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ ഏറ്റവും അർഷാദ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയുടെ നിർമ്മാതാവും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അതിൻ്റെ പിന്നണി പ്രവർത്തകന്മാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കാതലായ മാറ്റം ഉണ്ടായിട്ടില്ല. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട മലപ്പുറം ഇറക്കിയിട്ടുള്ള സിനിമ ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഒരു കമ്മ്യൂണിറ്റിയെ സമീപിക്കുന്നത്. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖയുണ്ട്, നിങ്ങളുടെ പേര് ഞാൻ മറന്നു, നിങ്ങള് ബന്ധപ്പെട്ടി മലപ്പുറം വന്നിരുന്നല്ലേ ലേഡി ഉണ്ടായിരുന്നു മലപ്പുറത്ത് പിക്സയുടെ പരിപാടിക്ക് വന്നു. അവര് പറഞ്ഞേ മലപ്പുറത്തേക്ക് അവർ വരുമ്പോ തന്നെ അവർക്ക് കിട്ടിയ നിർദ്ദേശം തന്നെ വളരെ ശ്രദ്ധിക്കണം. നിഖില അന്ന് പറഞ്ഞത് അവിടത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്, യാഥാസ്ഥികന്മാരും മതഭ്രാന്തന്മാരൊക്കെ ഉള്ളതാണ്, പുറത്ത് തന്നെ സ്വതന്ത്രമായിട്ടൊന്നും ഇറങ്ങി നടക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നത്. അപ്പൊ അവർ അത്രയും ആശങ്കയായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വന്നപ്പോൾ അവരോട് പറഞ്ഞു എനിക്കൊരു ടാക്സി വേണം, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ടാക്സി വേണം, മലപ്പുറത്തെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ കാണണം, മതസ്ഥാപനങ്ങളൊക്കെ കാണണം. അവർ കണ്ടതിന് ശേഷം പറഞ്ഞു തന്നാൽ ഇത്രമാത്രം ഒരു ജനസമൂഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ പ്രൊപ്പഗണ്ട ചെയ്യപ്പെടുന്ന ഒരു ഭൂപ്രദേശം ഒരുപക്ഷെ ഇന്ത്യയിൽ വേറെ ഉണ്ടാവുക. അത്ര കുപ്രസിദ്ധമായ രീതിയിലാണ് ഒരു ഭൂപ്രദേശം അടയാളപ്പെടുത്തിയത്. പക്ഷെ ഒരൊറ്റ സിനിമ കൊണ്ട് എന്ത് ചെയ്തു, മാറ്റിമറിക്കുന്ന മലപ്പുറത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ, അതിന്റെ കളിയുടെ പാരമ്പര്യത്തെ, അതിന്റെ പാട്ടിന്റെയും സൗഹൃദത്തിന്റെയും പാരമ്പര്യത്തെ മാറ്റിമറിക്കുന്ന നിർമ്മിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മേഖലയിലേക്ക് വരികയാണ്. ചരിത്ര നിർമ്മിതിയിലേക്കും തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ പുസ്തക തീർച്ചയായിട്ടും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ വൃത്തത്തിന് പുറത്ത്, മുസ്ലിം ലീഗിന്റെ കടുത്ത വിരോധിയാകാതെ, മുസ്ലിം ലീഗിന്റെ കടുത്ത അനുകൂലിയാകാതെ ദൂരെ നിന്ന് മുസ്ലിം ലീഗിനെ നോക്കിക്കാണുകയും അതിനെ ആഴത്തിൽ ആ വൃത്തത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. പുസ്തകം ചെലവാക്കുക മാത്രമല്ല, പുസ്തകം വ്യാപകമായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ചർച്ച അതിന് ഗുണപരമായിട്ടുള്ള ഒരു വശമായിട്ട് മാറിയിട്ടുണ്ട്. സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അഷ്റഫ് ഒരു സമാപനം ഞാൻ
അപ്പോ ഏതെങ്കിലും അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം ആർക്കും പറയാനില്ല. സോമൻ മുഴുവൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഉള്ള കാഴ്ചപ്പാടിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അല്പം കൂടി വിശാലമായി ചിന്തിച്ച് സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നതിൽ നിന്ന് ഉപരി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാക്കി മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇന്ന് കാണുന്ന ഈ കമ്മ്യൂണൽ വളർന്നു വരുന്ന കമ്മ്യൂണൽ ട്രെൻഡിന് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകാൻ കഴിയൂ എന്ന് സംശയം പഠിപ്പിച്ചു. സാറ് നേരത്തെ വളർന്നു വരുന്ന 1970 ശേഷം ഭരണ പങ്കാളിത്തം കേരളത്തിൽ ഉണ്ടായതിന് ശേഷം ഈ BJPയുടെ വളർച്ച അല്ലെങ്കിൽ കമ്മ്യൂണൽ ചിന്താഗതി വളർന്നു വന്നതിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭരണത്തിൽ ഉണ്ടാകുന്നത് അധികാരം പങ്കിടുന്നതാണോ ഈ മറുഭാഗത്ത് നിന്ന് നമുക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ കാരണം എന്നതിനെ സംബന്ധിച്ച് താങ്കൾ സംസാരിച്ചതിൽ അതിനൊരു പരിഹാരം എന്ന നിലക്ക് എന്തെങ്കിലും ഉണ്ടാകും, എന്തെങ്കിലും പറയും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ഭൂരിപക്ഷ വർഗീയത വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ ഇന്നതാണ് കാരണമെന്നും അതിനെ തടസ്സപ്പെടുത്താൻ എന്താണ് വഴി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തിനെ സംബന്ധിച്ച് എന്ന ഒരു ചർച്ചയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ താങ്കളെ പുസ്തകം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും ഒന്ന് ആ ഭാഗം. രണ്ടെന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യത്തിൻ്റെ 4 നെടുന്തൂണുകളായി ചിത്രീകരിക്കപ്പെടുന്ന മീഡിയകൾ, ഇതിൽ ഏതെങ്കിലും ഒന്നിന് തകരാറായി വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറി അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെ മീഡിയകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് അടുത്ത കാലത്തായി കാണുന്നു. എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളെയും BJPക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പലരും മടി കാണിക്കുന്ന ഒരവസ്ഥ. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറിക്കില്ലേ? ഇനി അങ്ങനെ ചെയ്താൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു നിയമവ്യവസ്ഥ നിലവിലില്ലേ? എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും രാജ്യത്ത് നടപ്പിലാവുന്നില്ല എന്നതിനെ സംബന്ധിച്ച് താങ്കൾ ഒരു വിശദീകരണം എന്നാൽ അത് വളരെ ഉപകാരപ്രദമാണ്. രണ്ടാമത്തെ കാര്യം ഔട്ട് ഓഫ് അജണ്ടയാണ് പ്രവർത്തകരല്ലേ. അത് പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മീഡിയയുടെ ഇന്നത്തെ അവസ്ഥ. നമുക്കത് വേറൊരു ദിവസം ചർച്ച ചെയ്യാൻ ഞാൻ കരുതുന്നു. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആദ്യം പറഞ്ഞ വിഷയം ലീഗിന്റെ അധികാര പങ്കാളിത്തം സ്വാഭാവികമായിട്ടും മറ്റ് ചില ആളുകൾക്കിടയിൽ ചില ഹാർഡ് ബേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ജനസംഘം എത്രയോ കാലമായിട്ട് കൈലോകത്തിൽ നടന്നതാണ്. അത് കഴിഞ്ഞ് ജനസംഘം എന്നുള്ളത് BJP എന്നുള്ള പേരിലായി. ഇത്രയും കാലമായിട്ട് അധ്വാനിച്ചിട്ട് ഒരു BJP MP-നെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗുകാർക്ക് ഇപ്പം 27 സീറ്റായി, 5 മന്ത്രിയായി. 5ാം മന്ത്രി സത്യത്തിൽ അനാവശ്യമായി ചോദിച്ചു വാങ്ങിയുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു ഗുണവും കിട്ടിയില്ല. അപ്പുറത്തും ഇപ്പുറത്തും എടുത്തിട്ട് 5ാമതാക്കി കഴിഞ്ഞാൽ എന്ത് ഗുണമാണ്? വേറെ സ്വന്തമായിട്ട് അഡീഷണൽ കിട്ടില്ല. അപ്പൊ എന്തായാലും ശരി, അത്തരത്തിലുള്ള അധികാരത്തിന്റെ ഒരു സാന്നിധ്യം മറ്റുള്ള ആളുകൾക്കിടയിൽ ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന തർക്കമൊന്നുമില്ല. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരവില വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. വലിയ തോതിൽ ലീഗ് വിരുദ്ധ പ്രചാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ലീഗിന് ഇവിടെ അധികാരമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ സ്ഥലത്തൊക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ പോലെ ഒരു കാര്യം അധികാര പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ അധികാര പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മറ്റു സമുദായങ്ങൾക്ക് എന്തോ നിഷേധിക്കപ്പെട്ടു. അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്. ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പങ്കാളിത്തം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഇതിനകത്ത് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു പരിധിവരെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അധികാര പങ്കാളിത്തം കൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നേട്ടം ഉണ്ടായിരുന്നത് കണ്ടെത്തലായിട്ട് എനിക്കുള്ളത്. എന്റെ വിഷയം അങ്ങനെ ഒരു ദേശീയ തലത്തിലുള്ള പ്രചാരവില നടക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ദേശീയതയുടെ സ്വഭാവം മാറി വരുന്ന സാഹചര്യത്തിൽ നമ്മളത് കൂടുതൽ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അപ്പൊ ഇതിന് കുറച്ച് മുമ്പ് ഒരു 3 മാസം മുമ്പ് ഈ പുസ്തകം ഇറങ്ങിയ ഉടനെ ഗ്രീന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൗഷാദ് മണ്ണിച്ചേരി മംഗലപുത്ര ചന്ദ്രികയിലെ മുഹമ്മദ് കുട്ടി അവരെല്ലാം ചേർന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇയാളൊക്കെ ഉണ്ട്, നമ്മുടെ UAB മകനില്ലേ UA നസീർ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. 10, 50, 60 പേരുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ സമയത്ത്
ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അപ്പം എൻ്റെ അധ്യക്ഷൻ അത് അന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മുസ്ലിം ലീഗിന്, മുസ്ലിം സമുദായത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കണം, യാതൊരു തർക്കമില്ല. പക്ഷേ നിങ്ങൾ അടിത്തറ വികസിപ്പിക്കണം. അതായത് സാമുദായികതയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് കീഴാള വർഗ സമൂഹത്തിന്റെ രാഷ്ട്രീയം, ചാപ്റ്ററിന്റെ പേരാണ്, പുസ്തകത്തിനകത്ത് ഒരു ചാപ്റ്ററിന്റെ പേരാണ്. സാമുദായിക രാഷ്ട്രീയത്തിൽ നിന്ന് കീഴാള വർഗ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തേക്ക് നിങ്ങൾ മാറണം. അത് പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമാണ്. ആ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം സ്വാംശീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി ആർക്കും മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീഴാള സമുദായ രാഷ്ട്രീയ നേതാവായിട്ട് നിൽക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ്. കാരണം ഏറ്റവും കീഴാള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇത്രയും ആളുകളില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സത്യാവസ്ഥ ഇതാണ്. കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗ്ഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ജനസംഖ്യാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലീഗിലായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജന്മിമാരാണ്. നിങ്ങൾ നേതാക്കന്മാരെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ പ്രവർത്തകർ നോക്കിക്കോളൂ, വലിയ തോതിൽ ജന്മിമാരും ആ തരത്തിലുള്ള ആളുകൾ വീണ്ടും കമ്മ്യൂണിസ്റ്റായി. നേരെ മറിച്ച് മലപ്പുറത്തുമുള്ള മറ്റു പ്രദേശങ്ങളിലെ ഏറ്റവും കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ലീഗിലേക്ക് വന്നത്. അപ്പം അങ്ങനെയുള്ള സമുദായത്തിന്റെ ആ തരത്തിലുള്ള സമുദായത്തിൽ ലീഡർഷിപ്പ് എന്ന രീതി ആ വിഭാഗത്തിന്റെ ആ വർഗത്തിന്റെ കൂടി ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ദിനേശ് പെരുമണ്ണയെ പോലെ ആളെ പിന്നെ സ്ഥാനാർത്ഥി. എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ഞാൻ 3 മാസം മുമ്പ് പറഞ്ഞ എൻ്റെ സജഷൻസ് ഒന്നായിരുന്നു ആ ഒരു നോൺ മുസ്ലിം ആളുകളെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പ്രത്യേകിച്ച് വലിയ നഷ്ടമുള്ള കച്ചവടമാണ്. അതേ സമയത്ത് വലിയ തോതിൽ മാനസികമായിട്ട് ചിന്താപരമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സമയത്ത് യു പിയിൽ 400 ചില MLA-മാരിൽ ഒരൊറ്റ മുസ്ലിം MLA ഇല്ല. നിങ്ങൾ അത് ഈ പുസ്തകത്തിനകത്ത് അതും പറയുന്നുണ്ട്. BJP ആണ് അവിടെ ഭരിക്കുന്നത്, ഒറ്റ മുസ്ലിം MLA ഇല്ല. ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം റെപ്രസെന്റേഷൻ എങ്ങനെ കുത്തനെ ഇടിഞ്ഞു വീണു എന്ന് ആ പുസ്തകത്തിനകത്ത് വളരെ ഒരു ചാപ്റ്ററിൽ ഒരു ഫുട്നോട്ട് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം റെപ്രസെന്റേഷൻ കുറഞ്ഞു വരുന്ന സമയത്ത് കേരളത്തിൽ മാത്രമാണ് നിലനിർത്താൻ കഴിയുന്നത്. പക്ഷെ അത് തന്നെ മുസ്ലിം വിരുദ്ധമായിട്ട് പ്രചാരവേലയ്ക്ക് ഇടയാക്കും. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു ബേസ് മാറ്റൽ, ബേസിലുള്ള മുസ്ലിം അടിത്തറ നിർത്തിക്കൊണ്ട് ചില ആളുകൾ ചില ആനുകൂല്യങ്ങൾ ചെയ്തുകൊണ്ട് ആ സ്വഭാവം മാറ്റിയെടുത്താൽ ആ പ്രചാരവേല അമ്പേ തകർന്നരിപ്പടാവും. ഇതൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള മറുപടി ചോദിച്ചതുകൊണ്ട് പറയുകയാണ് ഈ ആശയം ഈ പുസ്തകത്തിന്റെ ഒരു ചാപ്റ്ററിലുണ്ട്. ഇത് കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ആ ഒരു ആശയം കൂടി കൊണ്ടാവാം ഇപ്പൊ എന്തായാലും ഈ തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ട്. അതെ, അതൊന്നും സത്യത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ആ ബുക്കൊന്ന് വായിച്ചു. മുസ്ലിം സമുദായത്തിനകത്ത് ചടയം വന്നിട്ടുണ്ട്, UC രാമൻ വന്നിട്ടുണ്ട്, അല്ലേ? അത് MLA-മാർ വന്നിട്ടുണ്ട്. KP രാമൻ വന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് വന്നത്? ചടയൻ മലപ്പുറം ഏത് കോൺസ്റ്റിറ്റ്യൂൻസിലായിരുന്നു? ദളിത് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കോൺസ്റ്റിറ്റ്യൂൻസിലാണ് ചടയം വന്നത്. KP രാമനും UC രാമനും വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ ഒരു 5-6 ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരാളെ വെക്കാന്നല്ല, മറിച്ച് ജനറൽ സീറ്റ് പിന്നീട് അതെ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിന് കൂടുതൽ പ്രചാരം കൊടുക്കണം. നമ്മൾ ചെയ്തിട്ട് കാര്യം നാട്ടറിയും വേണ്ടേ? ചടയനുണ്ടെന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ചടയന്റെ കാര്യം പക്ഷേ മലപ്പുറം ജനറൽ അറിയിച്ചില്ല. അല്ല ഞാൻ മലപ്പുറം മറ്റൊരു ശ്രീസാഹിബ് മലപ്പുറം റിസർവേഷൻ കിട്ടണം ഞാൻ പറയില്ല, നിർത്തുന്നേ ജയിക്കരുത്. കാരണം മൂപ്പർക്ക് ആ ജാതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇപ്പോഴുണ്ട് അല്ലേ? അപ്പൊ ഈ എന്റെ പൊസിഷൻ എന്താണ്? ഈ തരത്തിൽ കുറെ കൂടി മറ്റ് കീഴാള വർഗ സമുദായ സമാന സമുദായങ്ങൾ ഞാൻ പറയാം, സമാന അനുഭവങ്ങളും ചരിത്രപരമായിട്ട് അനുഭവമുള്ള സമുദായങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള അവർക്ക് കൂടി നേതൃത്വം നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് ലീഗ് നീങ്ങണം എന്നുള്ളത് മാത്രമല്ല. ഞാൻ ലീഗ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്, ഞാൻ അതിനകത്ത് ചില സ്ഥലങ്ങളിൽ അത് പറയുന്നു. പക്ഷെ കൂടുതൽ അഗ്രസീവായിട്ട് ഈ പൊസിഷനിലേക്ക് വരിക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു സജഷൻ മാത്രമാണ്, അതിൻ്റെ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമൊന്നുമല്ല. പക്ഷെ കീഴാള രാഷ്ട്രീയത്തിൽ അല്ല, സാമുദായിക രാഷ്ട്രീയത്തിൽ നിന്ന് കീഴാള രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മാറ്റം ചരിത്രപരമായ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത്.
അല്ല, അതൊക്കെ ഇനി നമ്മൾ ഭാവിയിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അത് എങ്ങനെ മാറ്റാൻ കഴിയും, എങ്ങനെ ഐഡിയാസ് ചരിത്രത്തിലും സമൂഹത്തിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇന്ന്? അല്ലല്ലോ, മാറുന്നുണ്ട്. ഐഡിയാസ് മാറുന്നു, നിലപാടുകൾ മാറുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും മാറിക്കൊണ്ടിരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 47-48 ലീഗ് 231 കുറച്ച് കാര്യങ്ങൾ വളരെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സമുദായത്തിന്റെ ഭാവി മുന്നേറ്റത്തിൽ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യവും സ്വാധീനവും ഉറപ്പാക്കണമെങ്കിൽ നയങ്ങളിലും പ്രവർത്തന രീതിയിലും കാര്യമായ മാറ്റങ്ങൾ കൂടി പാർട്ടി തയ്യാറാകണം. അത് പറഞ്ഞു ഞാൻ നേരത്തെ ഇങ്ങനെ പറയാനില്ല. അപ്പോ ആ സാറിന്റെ ഭാഗത്ത് ആ നയപരമായ മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അവിടെ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവന രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശത്തിലുള്ളത്. ഞാൻ അതില് ആ ചാപ്റ്റർ തന്നെ, ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ അതാണ്. പിന്നെ ബാക്കി എന്തൊക്കെ നയങ്ങളാണ്, എന്തൊക്കെ പ്രാക്ടിക്കൽ നടപടിയാണ്. ഒരു പ്രാക്ടിക്കൽ നടപടി 3 മാസം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്തോ കാരണവശാൽ അതിപ്പോ നടപ്പിലായിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം. വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഇതൊരു വളരെ നല്ല പോസിറ്റീവായ സിഗ്നലാണ്. അതിനപ്പുറം മുസ്ലിം ലീഗ് പറയുന്നതിനോ വല്ലാതെ പൊതുസമൂഹം വർഗീയ വെച്ചതിന് ഏത് വിഷയമാണ്, ഏത് നെറുകേടിനെതിരെ ഇപ്പൊ സാമ്പത്തിക സംവരണം കൃത്യമായും കേരളത്തിനെതിരായിട്ടുള്ളത്. ആ വിഷയം മുസ്ലിം ലീഗ് പറയുന്നേരം പൊതുസമൂഹം അത് ഏറ്റവും വലിയ വർഗീയമായി ചിത്രീകരിക്കും. അത് നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ ആ സമുദായങ്ങളിലും കൂടി കുറച്ച് സ്പോർട്സ്മെനെ കൊണ്ടുവരണം. ഇത് ലീഗ് കേരളത്തിലൊരു വലിയ പാർട്ടിയായി ഇപ്പോൾ ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്പോർട്സ്മെനെ കൊണ്ടുവരാൻ പറ്റണം. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളെക്കാൾ നന്നായിട്ട് പറയുന്നത് ചില ആളുകളെങ്കിലും കൊണ്ടുവരുന്ന കുഴപ്പമില്ല. കൺസർവേഷന്റെ കാര്യത്തിലൊക്കെ ഏത് വിഷയത്തിലായിരിക്കും, അല്ലാണ്ട് വേറെ വഴിയില്ല. ഏതായാലും നമ്മളെ ചർച്ച ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അഷ്റഫ് ഈ ചർച്ചക്ക് കൺക്ലൂഡ് ചെയ്തെന്ന് എനിക്ക് ഞാൻ സോമമാഷ് പറഞ്ഞതും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ഈ രണ്ട് പ്രധാന പ്രശ്നമുണ്ട്. ഒന്ന്, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. അതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം, അത് എൻ്റെ ഒരു സജഷൻ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം? രണ്ട് ചോയ്സ് എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ MC ഒക്കെ ചരിത്രം മുതൽ പറഞ്ഞു വരും പോലെ ഒന്നുകിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാവുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി നിലയിൽ ഒരു ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിച്ച് മറ്റൊരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തുകയാണ്. ഇത് രണ്ടും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം കേരളത്തിൽ മാത്രമാണ്, പ്രധാനമായും കേരളത്തിൽ മാത്രമാണ് ഒരു ന്യൂനപക്ഷം ഒരു രാഷ്ട്രീയ സംഘടിത ശക്തി എന്ന നിലയിൽ സംഘടിച്ച് മുന്നോട്ട് വന്ന് രാഷ്ട്രീയത്തിലും അധികാരത്തിലും പങ്കാളിത്തം വന്നത്. കേരളത്തിന് പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ UP-യിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ അവിടെയുണ്ട്. ഇപ്പം നേരത്തെ ജഗുഡ് സാർ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ എണ്ണം 20-ഓ 22-ഓ ആണ്. ജനസംഖ്യാനുപാതികമായിട്ട് 70 വരണം. അതായത് കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ സംശീകരിച്ചിരുന്നെങ്കിൽ ഈ 70 അവിടുന്ന് വരണമല്ലോ. അപ്പം ആ പരിഗണന കിട്ടിയിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? മുസ്ലിങ്ങൾ രാഷ്ട്രീയമായിട്ട് സംഘടിക്കാനുള്ളതാണ്. അത് സംഘടിക്കുമ്പോഴാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഫാസിസം വളരുന്നത് എന്നുള്ളത് ഒരു അബദ്ധയുക്തിയാണ്. കാര്യം കേരളത്തിലല്ല സംഘപരിവാർ ഏറ്റവും ശക്തി ആർജിച്ചത്. മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയമായ പിന്തുണയില്ലാത്ത മധ്യപ്രദേശിലാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ വന്നത് മധ്യപ്രദേശാണ്, രാജസ്ഥാനാണ്. മുസ്ലിം ലീഗിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ള കേരളത്തിലോ തമിഴ്നാട്ടിലോ നേരത്തെ 7 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന ബംഗാളിലോ ഒക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഇത് വന്നത്. അപ്പം ഇതെന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സംഘടിച്ചാൽ ഇവിടെ സംഘപരിവാർ വളരും എന്നാണ് പറയുന്നത്. സംഘപരിവാർ ഇനി എങ്ങോട്ട് വളരാനാണ്? 303 സീറ്റ് ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യൻ പാർലമെന്റിൽ കിട്ടുക, അതിന് മേലോട്ട് വളരില്ല. ഇനി അതിനുണ്ടാകാൻ പോകുന്നത് സ്വാഭാവികമായ ഭീകരത, തളർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതതിന്റെ പീക്കിലെത്തി. രാഷ്ട്രപതിയായി, ഉപരാഷ്ട്രപതിയായി, സ്പീക്കറായി, സുപ്രീം കോടതി തന്നെയായി. അതതിന്റെ മാക്സിമം. ഇനി അത് താഴോട്ട് വരും. ഇനി താഴോട്ട് വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും നേരത്തെ രാഹുൽ ഗാന്ധിയൊക്കെ സൂചിപ്പിച്ചതുപോലെ, രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘടനകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ദലിതർ ഇവിടെ സംഘടിച്ചാൽ, ഇവിടുത്തെ സവർണർ സംഘടിക്കുന്നു പറഞ്ഞൊരു യുക്തിയില്ല. ദേ ആർ ഓൾറെഡി ഓർഗനൈസ്ഡ്. അവരതാണ് രാഷ്ട്രം, വേറെ അർത്ഥത്തിൽ അവരതാണ് ഭരണഘടന, അവർ തന്നു തന്നെയാണ്.
അവരുടെ ഭരണഘടന ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഇന്ത്യയിലെ സവർണ താല്പര്യങ്ങളില്ലാതെ ഇന്ത്യയിൽ ഒരു സംവിധാനവും ഇല്ല. നമ്മൾ ഈ ഭരണഘടനയിൽ വിശ്വാസമുണ്ട്, സുപ്രീം കോടതിയിൽ വിശ്വാസമുണ്ട്, എല്ലാം ശരിയല്ല, അതല്ലാതെ മുന്നിലൊരു മാർഗവുമില്ല. പക്ഷെ ഇതിലെല്ലാം തന്നെ ജാതീയമായി സവർണ ജാതിയുടെ താല്പര്യവും ഒരു ജനവിഭാഗ നിലയിൽ ഭൂരിപക്ഷത്തിന്റെ താല്പര്യവും തന്നെയാണ് നിലനിച്ച് നിൽക്കുന്നത്. പക്ഷേ ന്യൂനപക്ഷങ്ങളെ കൂടി പരിഗണിക്കണമെന്ന ജനാധിപത്യ ബോധം അന്നുള്ള ആളുകൾക്കുണ്ടായിരുന്നു, ഇന്നതില്ല. അപ്പോ ഇനിയും നമ്മളാണ് ഇതിന്റെ കുറ്റക്കാർ അല്ലെ? ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിൽ എന്താ കാക്കയുടെ ആണെന്ന് ഒരു കഥ പറയുന്നുണ്ട്. ഒരു എലി ഭയങ്കരമായ ആവേശത്തിൽ തുള്ളിക്കളിച്ച് ചാടി മറിഞ്ഞെല്ലാം കൂടെ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ ആരുമില്ല, ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. പുള്ളി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ആ മൂലക്കിൽ നോക്കുമ്പോൾ ഒരു പൂച്ച പറഞ്ഞു, സുഹൃത്തെ, ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എൻ്റെ ആകാരവും എൻ്റെ ഇതൊന്നും കണ്ടിട്ട് നീയും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും നിനക്ക് നിന്റെ അഭിപ്രായമുണ്ട്, എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്, നിനക്ക് നിന്റെ അവകാശമുണ്ട്, എനിക്ക് എൻ്റെ അവകാശമുണ്ട്, നിനക്ക് തീരുമാനിക്കുക ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുന്നോ. ഈ ഒരു ജനാധിപത്യം, ഇതാണ് നിങ്ങൾക്കുള്ള അവകാശം, ഇതാണ് നിങ്ങളുടെ ജനാധിപത്യം എന്ന് ഈ ഇന്ത്യയിലെ ദലിതരോടും ന്യൂനപക്ഷങ്ങളോടും ഇനി പറയേണ്ട കാര്യമല്ല. അതല്ല രാഷ്ട്രീയമായി സംഘടിക്കാതെ വഴിയില്ല. രാഷ്ട്രീയമായി സംഘടിക്കാതെ അധികാര സ്ഥാനങ്ങളിൽ എത്താതെ ഒന്നും കിട്ടില്ല. ഇന്നിപ്പോ ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്ന് 22, ഞാൻ ജാതി കണക്ക് തന്നെയാണ് പറയുന്നത്. ഞാൻ കോൺഗ്രസ് ആ പട്ടികയിൽ കൃത്യമായിട്ട് അവര് തന്നെ ഈ മതം ജാതി തിരിച്ചുള്ള കണക്ക് കൊടുത്തിരിക്കുന്നു. കാസ്റ്റ്, ഈഴവ വയസ്സുകാരൻ വയസ്സുള്ള വിഷയമല്ല. ഈഴവ 13, നായർ 25, SC 10, ST 2, OBC 6, മുസ്ലിം 8, ക്രിസ്ത്യൻ 22. പ്രാതിനിധ്യമാണ്. 15 ലോക്സഭാ എംപിമാർ കോൺഗ്രസിൽ കേരളത്തിൽ നിന്നുണ്ട്. എത്ര പേര് മുസ്ലിങ്ങളുണ്ട്? ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ വർഗീയത തന്നെ പറയുന്നത്. ഇത് ജനസംഖ്യാനുപാതികമായി ഭരണ സംവിധാനത്തിൽ കിട്ടേണ്ട റെപ്രസെന്റേഷനാണ്. അത് കിട്ടുന്നുണ്ടോ? 15 എംപിമാരിൽ എത്ര മുസ്ലിം എംപിമാരുണ്ട്? സിദ്ദീഖിനെ കൊണ്ടുവച്ച് വയനാട് മത്സരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചു പോയി. ഇതിപ്പോ 8. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര ഉണ്ട് ഞാൻ നോക്കിയാൽ എന്തായാലും 10. മലപ്പുറത്ത് 5-6 പേര് മാറ്റി നിർത്തിയാൽ 10-ൽ കൂടില്ല. അപ്പൊ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സംഘടിക്കണം. ഓക്കെ, സംഘടിക്കുന്നില്ല, പക്ഷെ ആ ഒരു പ്രാതിനിധ്യം വേണമല്ലോ. ഇല്ലെങ്കിൽ ഈ കോഴ്സ്, അതായത് ഒരു ഇന്ത്യയിൽ നിന്ന് മൈനോറിറ്റി ഒരു ഇഷ്യൂ ആണ്. ഇപ്പൊ പറയാം, നമ്മുടെ മുഹമ്മദ് അഖലാഖ് കൊല്ലപ്പെട്ടത് അയാള് പീഡിതൊഴിലാളിയായത് കൊണ്ടല്ല, വർഗസംഘടനയൊന്നുമല്ല, അയാൾ മുസ്ലിം ആണെന്നുള്ളതാണ് കാരണം. അയാൾ മുസ്ലിം ആണെന്നുള്ളത് മാത്രമാണ്. ജുനൈദ് എന്ന് പറയുന്ന പയ്യൻ ട്രെയിനിൽ കൊല്ലപ്പെടുന്നത് അവൻ ഏതെങ്കിലും എന്താ പറയാ ഏതെങ്കിലും വർഗത്തിൽ താഴ്ന്ന വർഗത്തിൽപ്പെട്ടതുകൊണ്ട് അവൻ മുസ്ലിം ആണെന്നുള്ളതുകൊണ്ടാണ്. ഐഡന്റിറ്റി ഒരു പ്രശ്നമാണ്. അത് ജാതിയുടെ കാര്യത്തിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ദലിത് അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നത് എന്താ? അതൊരു വിഭാഗത്തെ വേറെ തരത്തിലുള്ള ഒരു വിവേചനമാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെയോ ആക്രമിക്കുന്നത് പോലെ അല്ല ഒരു ദലിതിനെ ആക്രമിച്ചാൽ. അത് പ്രത്യേക നിയമം, അവർക്കുള്ള സംരക്ഷണ കവചമാണ്. ആ സംരക്ഷണ കവചത്തിന് എല്ലാം കൊണ്ടും യോഗ്യരാണ് ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. അപ്പൊ അവർ ഒരു സംരക്ഷണവും ബാഹ്യ സംരക്ഷണവും ഇല്ല. ആ നിലയ്ക്ക് സ്വയമായി രാഷ്ട്രീയമായിട്ട് സംഘടിക്കാൻ പോയാൽ നിങ്ങളെന്തോ പാതകം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിശകലനമാണ് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന് സൂചിപ്പിച്ച് പറഞ്ഞേ.